ഹായ്, എല്ലാവരും ഹാപ്പിയാണല്ലോ. ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലുള്ള ഒരു ടേസ്റ്റി ആയിട്ടുള്ള ഒരു മുട്ടക്കറിയാണ്. അപ്പോൾ വളരെ എളുപ്പത്തിൽ നമുക്ക് മുട്ടക്കറി എങ്ങനെ ഉണ്ടാക്കാം എന്ന് നോക്കിയാലോ? വാ, നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലോട്ട് പോകാം. സവോളയാണ് ആദ്യം എടുത്തിട്ടുള്ളത്. 4 സവോള വളരെ നേർത്ത കനത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ കനം കുറച്ച് കട്ട് ചെയ്യുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വഴണ്ട് കിട്ടും, അതുപോലെ ടേസ്റ്റ് ഉണ്ടാവും. അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു കനത്തിൽ കട്ട് ചെയ്തിരിക്കുന്നത് കേട്ടോ. ഇതായി നമുക്ക് വേണ്ടത് ഒരു 4 അല്ലി വെളുത്തുള്ളിയാണ്. അതുപോലെ തന്നെ ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചി ചെറുതായി കട്ട് ചെയ്തതും കൂടെ ആവശ്യമുണ്ട്. പിന്നെ വേണ്ടുന്നത് ഒരു തക്കാളി, പിന്നെ ഒരു 4 പച്ചമുളക് ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ എരിവിനനുസരിച്ച് പച്ചമുളക് ആഡ് ചെയ്യാം. ഇത്രയാണ് നമുക്ക് വേണ്ടുന്നത്. അപ്പോൾ നമുക്ക് വേഗം തന്നെ മുട്ടക്കറി റെഡിയാക്കിയാലോ. പാനൊന്ന് ചൂടായി വരുമ്പോൾ ഞാൻ അതിലോട്ട് കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണയാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. എണ്ണയൊന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് ലേശം മസാല അതിലോട്ട് ഇട്ട് കൊടുക്കാം. ഇത് മസാല പൊടിയാണ് കേട്ടോ, എല്ലാം കൂടെ പൊടിച്ച് വെച്ചിരിക്കുന്നതാണ്. ആ മസാല പൊടി ഇട്ട് കൊടുത്തു. അതൊന്ന് ചൂടായി വരുമ്പോൾ നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും നമുക്ക് അതിലോട്ട് ഇട്ട് കൊടുക്കാം. ഒന്ന് ഇളക്കി കൊടുക്കാം. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ പച്ച മണം നമുക്കൊന്ന് മാറണം. അതുവരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. ഓക്കെ, ഇതിൻ്റെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. നമുക്കിനി അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള ഇതിലോട്ട് ആഡ് ചെയ്യാം. ഓക്കെ, എല്ലാ സവോളയും നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് ഇളക്കാം. സവോള പെട്ടെന്ന് വഴണ്ട് കിട്ടാൻ ഒരു ടിപ്പും കൂടെ ഞാൻ പറഞ്ഞുതരാം. ഉപ്പ് ചേർത്താൽ മതി കേട്ടോ. ഉപ്പ് ചേർക്കുമ്പോൾ സവോള പെട്ടെന്ന് നമുക്ക് വഴണ്ട് കിട്ടും. നമുക്ക് ഈ സവോള എല്ലാം നല്ലോണം വഴണ്ട് ഒരു ബ്രൗൺ കളറാകണം. അതുവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇവിടെ സവോള വഴണ്ട് വരുന്നതിന് ആവശ്യമുള്ള ഉപ്പ് നമുക്ക് ചേർക്കാം. നല്ലോണം നമുക്ക് ഇളക്കി കൊടുക്കാം. ഈ ടൈമിൽ തന്നെ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളക്, ഞാനിവിടെ ഒരു 4 പച്ചമുളകാണ് അരിഞ്ഞിട്ടുള്ളത്. നിങ്ങളുടെ എരിവിനനുസരിച്ച് പച്ചമുളക് ആഡ് ചെയ്യാം. 4 പച്ചമുളകും ചേർത്ത് ഒരു ബ്രൗൺ കളർ, സവോളയൊക്കെ ഒരു ബ്രൗൺ കളർ ആകുന്നത് വരെ നമുക്ക് വഴറ്റി കൊടുക്കാം. നമ്മുടെ ഉള്ളിയൊക്കെ അങ്ങനെ നന്നായിട്ട് വഴന്നിട്ടുണ്ട്. ഈ ഒരു രീതിയിലാണ് ആവേണ്ടത് കേട്ടോ. ഇത്രത്തോളം വഴറ്റണം. അപ്പോഴാണ് നമ്മുടെ ഉള്ളിക്കറിക്ക് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുന്നത്. അതുപോലെ തന്നെ നമ്മൾ ആദ്യം മസാല ആഡ് ചെയ്യുന്നുണ്ടല്ലേ, ഈ ഉണ്ടാക്കുന്ന സമയത്ത് നല്ലൊരു മണമാണ് ആ ഒരു മസാലയും ഉള്ളിയും ഒക്കെ ചേർന്നിട്ടുണ്ടാവുന്നത്. അപ്പോൾ കറിക്ക് നല്ലൊരു മണം കിട്ടാൻ വേണ്ടിയിട്ടാണ്, ഒരു ചിക്കൻ വെക്കുന്ന പോലത്തെ മണമാണ് ഇപ്പോൾ തന്നെ ഉണ്ടാകുന്നത്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആദ്യം എണ്ണ ചൂടാവുമ്പോൾ മസാല ആഡ് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, നമുക്ക് എല്ലാ ഉള്ളിയും ഇവിടെ വഴണ്ടിട്ടുണ്ട്. നമുക്കിനി പൊടികൾ ആഡ് ചെയ്യാം. ആദ്യമായിട്ട് ഞാനൊരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നമുക്ക് നല്ലോണം ഒന്ന് വഴണ്ട് കൊടുക്കാം. പച്ചമുളക് ഞാൻ 4 ആഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് 1 സ്പൂൺ മാത്രമേ മുളക് പൊടി ആഡ് ചെയ്യുന്നുള്ളൂ കേട്ടോ. അപ്പോൾ 1 സ്പൂൺ മുളക് പൊടി ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് മസാല ആണ്. മസാല പൊടിച്ചതാണ്. ഞാനൊരു 1 ടീസ്പൂൺ മസാലയും ആഡ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഈ പൊടികളൊക്കെ നമ്മുടെ സവാളയിലോട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. നല്ല മണം വരുന്നുണ്ട് കേട്ടോ മുട്ടക്കറിയുടെ. ചിക്കൻ കറി വെക്കുന്ന മണം ഇപ്പോൾ ഈ ഒരു മുട്ടക്കറിയിൽ നിന്ന് കിട്ടുന്നുണ്ട്. നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കാം. ഈ പൊടികളുടെയൊക്കെ ഒരു പച്ചമണം മാറുന്നത് വരെ നമ്മൾ അടുക്കി പിടിക്കരുത് കേട്ടോ. പിടിക്കാണ്ട് വഴറ്റി കൊടുക്കണം. ഈ സമയത്ത് നമുക്ക് വേണ്ടുന്നത് തക്കാളിയാണ്. ഞാൻ 1 തക്കാളിയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. ഒരു മീഡിയം വലിപ്പത്തിലുള്ള ഒരു തക്കാളി എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഇതിലോട്ട് ആഡ് ചെയ്യാം. തക്കാളിയും കൂടെ ഒന്ന് ഈ സവോളയിലോട്ടൊന്ന് വഴന്ന് വരണം.
നല്ലോണം ഒന്ന് നമുക്ക് തക്കാളി ഒന്ന് വഴറ്റി കൊടുക്കാം. അങ്ങനെ നമ്മുടെ തക്കാളിയൊക്കെ നല്ല വെന്ത് പാകമായിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. നമ്മുടെ കറിക്കനുസരിച്ചുള്ള വെള്ളം നമുക്ക് ചേർക്കാം. ഞാനൊരു 1/2 ഗ്ലാസ് വെള്ളം ചേർത്തിട്ടുണ്ട് കേട്ടോ. 1/2 ഗ്ലാസ് വെള്ളം ചേർത്തിട്ട് നോക്കുക. എന്നിട്ട് വെള്ളം ആവശ്യമായിട്ട് വരുന്നുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും ചേർക്കാം. ഓക്കെ, അങ്ങനെ നമ്മൾ ആവശ്യത്തിന് വെള്ളമൊക്കെ ചേർത്ത് നമ്മുടെ മുട്ടക്കറി ഇവിടെ റെഡി ആയിരിക്കുവാണ്. അതിന് തിള വരാനൊക്കെ തുടങ്ങുമ്പോൾ നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന മുട്ട നമുക്കിതിലോട്ട് ആഡ് ചെയ്യും. നമ്മൾ റെസ്റ്റോറൻറ്റ് സ്റ്റൈല് മുട്ടക്കറിയല്ലേ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഏറ്റവും അവസാനം ടിപ്പാണ് നമ്മൾ ലേശം ഒരു നുള്ള് പഞ്ചസാരയും കൂടെ അതിലോട്ട് ആഡ് ചെയ്യാം. നമ്മൾ റെസ്റ്റോറൻറ്റിലൊക്കെ പോയി കഴിക്കുമ്പോൾ ചെറിയൊരു മധുരം ഉണ്ടാവാറില്ലേ, ഒത്തിരി കൂടിപ്പോരുത് കേട്ടോ. ഒരു നുള്ള് പഞ്ചസാര നമുക്ക് ഇതിലോട്ട് ആഡ് ചെയ്യാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. പിന്നെ തിള വരുമ്പോൾ നമ്മൾ ലോ ഫ്ലെയിമിലിട്ട് ജസ്റ്റ് ഒന്ന് മൂടി വെക്കണം കേട്ടോ. ഈ സമയത്ത് നമ്മൾ കറിവേപ്പിലയും കൂടെ ആഡ് ചെയ്ത് നമുക്കൊരു 5 മിനിറ്റ് ആഡ് ചെയ്യാം. 5 മിനിറ്റോളം ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. വാവ്, നമ്മുടെ മുട്ടക്കറി ഇവിടെ റെഡി ആയിരിക്കുവാണ്. പുട്ടിൻ്റെ കൂടെയും ദോശയുടെ കൂടെയും അപ്പത്തിൻ്റെ കൂടെയും എല്ലാത്തിൻ്റെ കൂടെയും കോമ്പിനേഷൻ, ഈവൻ ചോറിൻ്റെ കൂടെ നമുക്ക് കഴിക്കാൻ പറ്റിയ നല്ലൊരു മുട്ടക്കറിയാണ് റെഡിയായിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണം. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.